കഴിഞ്ഞ ഒരു വർഷത്തെ താഴെയായി വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവർ അതുകൊണ്ട് രാത്രി മാത്രമാണ് പലപ്പോഴും ഇവിടെ വരുന്നത്. അപ്പോൾ അവർ ജനങ്ങളുമായിട്ട് നിലവിൽ ബന്ധമുള്ളവരല്ല ഇവിടെ ഉള്ളത്. ഇത് ഈ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിനകത്തൊരു അനധികൃതമായി പടക്ക നിർമ്മാണം നടക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? അത് തീർച്ചയായും. കാരണം എന്തായാലും ഇതിന് പടക്ക നിർമ്മാണത്തിന് അല്ലെങ്കിൽ പടക്കം സൂക്ഷിക്കുന്നതിന് ലൈസൻസ് ഉള്ള ഒരു വീടല്ലല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അനധികൃതമായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി പടക്കം പൊട്ടുന്ന നിലയുണ്ടായിട്ടുള്ളത്. അത് പോലീസ് പരിശോധിക്കുകയാണ്. അതിൻ്റെ എത്രത്തോളം അപകടം ഉണ്ടായിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതിനെക്കുറിച്ച്, അതുപോലെ ഇതിൻ്റെ ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി ഇത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ഫോടനങ്ങൾ ഉണ്ടാവുമോ എന്നും കൂടി പരിശോധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ആളുകളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോലീസ് അതിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവും തീർച്ചയായും. ഇപ്പോൾ ഇത് അങ്ങോട്ട് കയറി നോക്കുമ്പോൾ എന്താ കാണുന്ന കാഴ്ച? അല്ല, കയറി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വിഷയം തന്നെയാണ്. കാരണം വീട് മുഴുവനായിട്ടും തകർന്നിട്ടാണുള്ളത്. എന്തായാലും ഒരവശിഷ്ടം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതേ ഉള്ളൂ. ഈ ശരീരാവശിഷ്ടങ്ങൾ പുറത്തേക്ക് കാണുന്നുണ്ടോ? ഇപ്പം ഞാൻ കണ്ടിട്ടില്ല. കണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞത്. ഈ പൊട്ടാത്ത സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ? പൊട്ടാത്ത സാധനങ്ങൾ ബാക്കിയുണ്ടോ എന്നുള്ളത്, കാരണം പുറത്ത് പൊട്ടിയ സാധനങ്ങളാണ് കാണുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് അത് പൊട്ടുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഈ വീട്ടുടമസ്ഥൻ എന്താ സംസാരിക്കുന്നത്? അയാൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ല, വീട്ടുടമസ്ഥനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടില്ല. സന്തോഷ്, അവിടെ ഒരു നാട്ടുകാരൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഇവർ അങ്ങനെ സന്തോഷ് പറഞ്ഞതുപോലെ പൊതുസമൂഹവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പലപ്പോഴും രാത്രിയിൽ മാത്രമാണ് ഇവരെ അവിടെ കാണാറുള്ളത്. പടക്കം നിർമ്മിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ സംശയം. അത്തരത്തിൽ അനധികൃതമായി പടക്കം നിർമ്മിച്ചിരുന്ന സ്ഥലമാണ്. ആ രീതിയിൽ ഗുണ്ട് പൊട്ടിയതാകാം. ഈ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ, സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉണ്ടാകുമോ, അത് പൊട്ടിത്തെറിക്കുമോ എന്ന വലിയൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബ് സ്ക്വാഡും ഈ ഫയർഫോഴ്സും ഒക്കെ ആ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അതിന്റെ തൊട്ടടുത്ത പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ പ്രവേശനം അനുവദിക്കാത്തത്. അവിടെ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്, പോലീസിൽ നിന്നുൾപ്പെടെ വിവരം അനുസരിച്ച് അവിടെ ഈ ഒരു പടക്ക നിർമ്മാണം തീവ്രതയോയി ഗുണ്ടുൾപ്പെടെയുള്ള ഇതിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികൾ പുറമെ നിന്നും വന്ന് ഈ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. കാരണം അവിടെയുള്ള പ്രദേശവാസികളുമായൊന്നും ഇവർക്ക് വലിയ ബന്ധങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു സംഭവം സൂചിപ്പിച്ചിരുന്നത്, പള്ളിക്കുന്നിൽ മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അതിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണോ എന്നുള്ള സംശയം പോലും, ആ സംഘത്തിലുള്ളവരാണോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ ഉണ്ട്. ഏതായാലും എത്ര പേര് വീട്ടിലുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊരു വ്യക്തത പറയുന്നുണ്ടോ സന്തോഷ്? അതിൽ ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഒരു ബോംബ് നിർമ്മാണം അവിടെ ഈ ഗുണ്ടിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. കാരണം അതിന്റെ ചില അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഏതാണ് സ്ഫോടക വസ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമായി വരും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പടക്കത്തിന്, അതായത് ഉത്സവങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ഗുണ്ട് നിർമ്മിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത്തരത്തിൽ ഈ ഗുണ്ടാണെങ്കിൽ പോലും ഉത്സവങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഈ ഗുണ്ടെന്ന് പറയുന്നത് ഉഗ്രശേഷിയുള്ളത് തന്നെയാണ്. അത് ഒരുപക്ഷെ പോയി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഉൾപ്പെടെ മരിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു തന്നെയാണ്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. തീർച്ചയായും സന്തോഷ്, ഇത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, ഈ പറയുന്നത് പോലെ ഈ അവശിഷ്ടങ്ങൾ മാറ്റണം. കാരണം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ തന്നെയുള്ള വെല്ലുവിളി, സ്ഫോടക വസ്തുക്കൾ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വീണ്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ബോംബ് സ്ക്വാഡും ഫയർഫോഴ്സും എല്ലാ സംവിധാനങ്ങളും തയ്യാറായിട്ടുണ്ടോ? അവർ ആ രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
പോലീസ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്, ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോംബുകളെല്ലാം നിർവീര്യമാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ഇനിയും സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നിർവീര്യമാക്കിയതിനു ശേഷം മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങൾ നിർവീര്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മനു, തീർച്ചയായും സന്തോഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വളരെ സമാധാനപരമായി പോകുന്ന ഒരു നാടാണ്. അപ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പരന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് അവിടെ അങ്ങനെ വലിയ ഈ പ്രദേശം എന്ന് പറയുന്നത്, കീഴട എന്ന് പറയുന്ന പ്രദേശം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങളോ ഒന്നും ഉണ്ടാകുന്ന പ്രദേശമല്ല. സമാധാനപരമായിട്ടുള്ള ഒരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്കും അക്കാര്യത്തിൽ ആശങ്ക. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സ്ഫോടനമുണ്ടായി എന്ന് പറയുന്നതിലുള്ള ഒരു ആശങ്കയും നാട്ടുകാർ നേരത്തെ പങ്കുവെക്കുകയുണ്ടായി. ഏതായാലും ഒരുപാട് പ്രചരണങ്ങൾ ഇതുമെല്ലാമായി ബന്ധപ്പെട്ട് വരും. പക്ഷേ പോലീസ് അല്പസമയത്തിനകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം തരും. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിൽ ഉൾപ്പെട്ട വ്യക്തികൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. അതുവരെ ഉള്ളതെല്ലാം തന്നെയും ഈ പ്രദേശം മറ്റ് പലരും പറയുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഏതായാലും നിലവിൽ 2 പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനു, അപ്പോ 2 പേർ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു സംശയങ്ങളില്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പറയുന്നത് പോലെ അവശിഷ്ടങ്ങൾ മാറ്റി നോക്കണമല്ലേ? തീർച്ചയായും നിലവിൽ 2 പേരുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇനി കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ്. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരികയുള്ളൂ. ഇത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് സന്തോഷ്? പ്രധാനമായും ഇത് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കീഴറ എന്ന് പറയുന്ന പ്രദേശമാണ്. രാവിലെ കണ്ണപുരം പോലീസ് എത്തിയിരുന്നു. മാത്രമല്ല മറ്റ് പോലീസ് കൂടുതൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ഈ സ്ഥലത്തേക്ക്. കൂടുതൽ ആദ്യഘട്ടത്തിൽ 2 മണിക്ക് ഈ വിവരം അറിഞ്ഞ ഉടനെ കണ്ണപുരം പോലീസാണ് എത്തിയത്. അതിനുശേഷം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് ബോംബ് സ്ക്വാഡ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ എല്ലാം ഒരുമിച്ച് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യമായ പരിശോധന തന്നെ നടന്നു വരികയാണ്. ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വൈകാതെ തന്നെ ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകും. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോലീസിൽ നിന്ന് അറിയേണ്ടുന്ന വിവരം. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പേരെന്ന് പറയുന്നത് ഈ വീട് വാടകയ്ക്കെടുത്ത അനൂപിന്റെ പേര് മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്നത് ആരാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വേണം വ്യക്തത വരാനല്ലേ? തീർച്ചയായും അക്കാര്യത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരാനുണ്ട്. ആരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് ചില അനൂപ് എന്നുള്ള ഒരാളാണ് ഈ വാടകയ്ക്ക് വീട് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വീട്ടിൽ മറ്റാരെങ്കിലും കൂടുതൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരണം. ഈ നാട്ടുകാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രദേശവാസികൾക്കും ഈ വീട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ല. അതായത് ആരാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. അവർ പ്രദേശവാസികൾ ഈ നാട്ടുകാരുമായൊന്നും വലിയ ബന്ധം പുലർത്തുന്നവരല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരെ കൂടുതൽ സമയം അങ്ങനെ കാണാറില്ല എന്നുള്ളതാണ്. ഇത് ഈ കീഴറ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഒരു നാട്ടിൻപുറമാണ്. അവിടെ പ്രധാന റോഡിൽ നിന്നും വളരെ അല്പം ഉള്ളോട്ട് അകത്തേക്ക് മാറിയുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ നാട്ടുകാരുമായൊന്നും പുറമെ നിന്ന് വന്ന് താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ പ്രദേശവാസികളുമായൊന്നും വലിയ ബന്ധം പുലർത്തുന്നവരല്ല എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ വീട്ടുടമസ്ഥനെ പോലീസ് മൊഴിയെടുത്തതിൽ നിന്നാണ് അനൂപ് എന്നൊരാൾക്കാണ് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം മാത്രം വ്യക്തത വന്നിട്ടുള്ളത്. 2 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രദേശവാസികൾ, സാധാരണ 2 പേരാണ് അവിടെ ഉണ്ടാകാറുള്ളത് എന്നുള്ളത് പ്രദേശവാസികൾ പറഞ്ഞ കാര്യമാണ്. അതിൽ അകത്ത് ഈ സംഭവം നടക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി വിശദമായിട്ട് ഈ അവശിഷ്ടങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പോലീസിന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല അവരെ തിരിച്ചറിയേണ്ടതുണ്ട്, ആളുകൾ ആരാണ് എന്നുള്ളതെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്.